നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങളെ വഴിയാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാതാക്കളുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശ്വരയുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കുവാൻ ഞങ്ങളെ കർത്താവായ ഈശ്വര വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ ഒരു ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചവനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചവനും നീ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചവനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവൃത്തികളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങയുടെ കൂടുതൽ മഹത്വത്തിന് വേണ്ടിയും ചെയ്യുന്നതിന് കൃപ ചെയ്തരണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടി. ഇന്നത്തെ ദിവ്യബലിയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോസഫ് ഡേസി ജോസഫ് ദമ്പതികൾക്ക് വേണ്ടിയും ജന്മദിനം ആഘോഷിക്കുന്ന നിഖിൽ ഫ്രാൻസിസിന് വേണ്ടിയും സിസിമോൾ ട്രീസ മെൻഡസ് ഇവരുടെ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും ദൈവത്തിൻ്റെ കൃപയിലേക്ക് സമർപ്പിക്കാം. യോഗ്യതയോടുകൂടി ഈ ദിവ്യബലി സമർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ.
വിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കഥാവി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മഹത്വമേറിയ സ്മരണ ആചരിക്കുന്ന ഞങ്ങൾക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളും അങ്ങേ കൃപയുടെ തികവിൽ നിന്ന് സ്വീകരിക്കുവാൻ അർഹത നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായിട്ട് ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. സക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സിയോൻ പുത്രി, പാടി ഉല്ലസിക്കുക. ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും, കർത്താവ് അരുൾ ചെയ്യുന്നു. അന്ന് അനേകം ജനതകൾ കർത്താവിനോട് ചേരും, അവർ എൻ്റെ ജനമാകും. ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും. സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. അപ്പോൾ കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂദായെ സ്വന്തമാക്കും, ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും. മർത്യരെ, കർത്താവിൻ്റെ സന്നിധിയിൽ നിശബ്ദരായിരിക്കുകയും അവിടുന്ന് തൻ്റെ വിശുദ്ധ വസതിയിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു.
ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. എല്ലാവരും എഴുന്നേൽക്കുക. ദേവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടി. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. യേശു ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരനും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തന്റെ ശിഷ്യന്മാരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. കർത്താവിൻ്റെ സുവിശേഷം. തിരുസഭ ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സമർപ്പണ തിരുനാളാണ് ആഘോഷിക്കുന്നത്. ഏകദേശം AD 600-ാം വർഷം തുടങ്ങിയാണ് ജെറുസലേമിൽ മാതാവിന് വേണ്ടി ഒരു ദേവാലയം ഉണ്ടാക്കുകയും അന്നു മുതൽ ഈ തിരുനാൾ ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. സുവിശേഷത്തിൽ നമുക്കറിയാം, യേശുവിനെ കുറിച്ച് പല അപവാദങ്ങളുണ്ടായിരുന്നു. സുവിശേഷത്തിൽ ഇന്നത്തെ സുവിശേഷത്തിന് മുമ്പ് നോക്കുകയാണെങ്കിൽ യേശു പിശാചിൻ്റെ ശക്തിയാലാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇവൻ തച്ചൻ്റെ മകനാണ്, യേശു ഭ്രാന്തുണ്ട്, അങ്ങനെയുള്ള പല അപവാദങ്ങളും യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാതാവും തൻ്റെ ബന്ധുമിത്രാദികളൊക്കെ കൂടി യേശുവിനെ തിരിച്ച് വീട്ടിലേക്ക് ക്ഷണിക്കുവാനാ പോയിരിക്കുന്നതായിരിക്കാം ഈ സാഹചര്യം. അമ്മയും സഹോദരൻ വന്നിരിക്കുന്നത്. പക്ഷേ യേശു പറയുന്നു, എൻ്റെ സഹോദരനും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ്. ഇനി എൻ്റെ കുടുംബം ദൈവവചനം ശ്രവിക്കുന്നവരുടെ കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം.
മാതാവ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവളായിരുന്നു. ആ സമർപ്പണത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. മംഗളവാർത്തയിൽ മാലാഖ മാതാവിനെ അഭിസംബോധന ചെയ്യുന്നത് നന്മ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. സമർപ്പിക്കപ്പെട്ടതിൻ്റെ അർത്ഥം അതാണ്. കർത്താവ് കൂടിയുള്ളവർ, നന്മ നിറഞ്ഞവളാണ്. അത് ചിലപ്പോൾ നമുക്കത് വലിയ ബഹുമതിയായിട്ടും കണക്കാക്കാം. നന്മ നിറഞ്ഞവളാണ്, അനുഗ്രഹിക്കപ്പെട്ടവളാണ്. പക്ഷേ അത് വളരെ വലിയ ഒരു ഉത്തരവാദിത്വത്തിലേക്കാണ് നയിക്കുന്നത്. മംഗളവാർത്തയിൽ പിന്നീട് നമ്മൾ കേൾക്കുന്നത് എന്താണ്? ഇതാ കർത്താവിൻ ദാസി, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. നന്മ നിറഞ്ഞവളാണ്, കർത്താവിന് സമർപ്പിക്കപ്പെട്ടവളാണ്. കർത്താവ് കൂടിയുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രത്യുത്തരമില്ല. എല്ലാത്തിലും ദൈവഹിതം കണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ ബാധ്യസ്ഥനാണ്. സ്വന്തം മകനെ വീട്ടിലേക്ക് കൊണ്ടുവരുവാൻ പോയ അമ്മ, ആ മകൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുന്നൊരമ്മ. പക്ഷേ ആ അമ്മ കേൾക്കുന്നത്, ഇനി എൻ്റെ ഭവനമല്ല എൻ്റെ യഥാർത്ഥ ഭവനം, എൻ്റെ അമ്മയല്ല എൻ്റെ യഥാർത്ഥ അമ്മ. എൻ്റെ അമ്മയും സഹോദരനും എന്നെ ശ്രമിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിലും ഈ ദൈവഹിതം കാണുവാനായിട്ട് ഈ അമ്മയ്ക്ക് സാധിച്ചു. അതാണ് ഈ സമർപ്പണത്തിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ, നന്മ നിറഞ്ഞവളാണ് നമ്മൾ, കർത്താവ് കൂടിയുള്ളവരാണ് നമ്മൾ എങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ പ്രത്യുത്തരം കൊടുക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓരോ നിമിഷവും കർത്താവിൻ്റെ ദാസി, കർത്താവിൻ്റെ ദാസൻ, അങ്ങ് പറഞ്ഞതുപോലെ എന്നിൽ നിറവേറട്ടെ. അങ്ങയുടെ ജീവിതശൈലി വളരുമ്പോൾ നമ്മുടെ ജീവിതം ഇന്നത്തെ പ്രതിവിചന സങ്കീർത്തനമായിട്ട് മാറുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ദൈവഹിതം നിറവേറ്റി ജീവിക്കുകയാണെങ്കിൽ പിന്നെ യഥാർത്ഥ സന്തോഷത്തിന് നമ്മൾ ഉടമസ്ഥരാകും. കുരിശിന് കീഴിൽ നിൽക്കുമ്പോഴും കർത്താവിൻ്റെ ദാസി, അങ്ങ് പറഞ്ഞ പോലെ എന്നെ നിറവേറട്ടെ, ഇത് കർത്താവിൻ്റെ ഹിതമാണ്, എൻ്റെ മകൻ ഇങ്ങനെ മരിക്കണമെന്നത് പിതാവിൻ്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ആ തീരുമാനത്തിൽ ശിരസാവഹിച്ച് നിൽക്കുന്ന ആ അമ്മയാണ് സ്വർഗത്തിലേക്ക് കരയേറപ്പെട്ടത്. അതായത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തക്ക പ്രതിഫലം നൽകും. നമ്മുടെ ജീവിതം എന്നേക്കും ആനന്ദ നിർഭരമായിരിക്കും. നമ്മളും സമർപ്പിക്കപ്പെട്ടവരാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അതിൽ നിന്നുള്ള ഒരു ഉത്തരവാദിത്വത്താണ് ദൈവഹിതം നിറവേറ്റി ജീവിക്കുക, കർത്താവിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയായിട്ട് ജീവിക്കുക.
സഹോദരീ സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ പുത്രന്റെ മാതാവിന്റെ സ്മരണ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ബലിവസ്തു അങ്ങേ കൃപാവശത്താൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായി കാണിക്കയായി തീർക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോട് കൂടി ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവായ ദൈവത്തിന്റെ നന്ദി പ്രകാശിപ്പിക്കാം. സകല വിസ്മയിൽ പങ്കുചേർന്ന് വിസ്മയാവഹമായി പ്രതീക്ഷിക്കുന്നതും സർവോപരി പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്മരണ ആചരിച്ചുകൊണ്ട് അങ്ങയുടെ തന്നെ കാരുണ്യം പ്രീതികരമായ പ്രഘോഷണം വഴി മഹത്വപ്പെടുത്തുന്നതും യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. എന്നാൽ അങ്ങേ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചുകൊണ്ട് അവൾ വഴി മനുഷ്യരക്ഷയുടെ ഉടയവനായ ദൈവത്വം ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ പ്രദാനം ചെയ്തപ്പോൾ സത്യമായ ലോകമാസകല മഹത്തായ കാര്യങ്ങൾ നിർവഹിക്കുകയും അങ്ങേ കാരുണ്യത്തിന്റെ സമൃദ്ധി യുഗങ്ങൾ തോറും വ്യാപിപ്പിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ നിന്ന് ആനന്ദം കൊള്ളുകയും ചെയ്തു. അവരോട് ഞങ്ങൾ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് ആലപിക്കും. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായെന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവർ നൊറ്റിക്കൊടുക്കപ്പെട്ട് സമരസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. പ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുവിനെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകും. ഇത് നിങ്ങളെന്നെ ഓർമ്മയ്ക്കായി ചെയ്യും. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ വരുന്നതുവരെ അങ്ങയെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും
കടാക്ഷിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സമയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന ജോസഫ് പിതാവിനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകം ഞങ്ങളുടെ മക്കളേക്ക് വിളിച്ച അങ്ങയുടെ ദാസ ജോസ് തൻകേരി, വിരോണിത, വസി, മാത്ത ജോസഫ്, ഫ്രാൻസിസ് ജോസഫ്, എലീസ ചാക്കോസ്, സി വി ആന്റണി, ക്ലെമന്റ് ഡിമെൽഡ, കൊച്ചുത്രേസ്യ, ജേക്കബ് പുന്നക്കടശ്ശേരി, ആന്റണി ലിവേരോ, പോളി ലിവേരോ, ജോണി തോമസ്, കളാംചർപുരി ആന്റണി, കല്ലറക്കൽ ആന്റണി, കല്ലറക്കൽ ഏലിക്കുട്ടി, നടുപ്പറമ്പിൽ അന്യം, വലിയ പറമ്പിൽ കുടുംബത്തിൽ നിന്നും കൈതനക്കൽ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവരും, ടി ജെ ജോസഫ്, സി പി ജോർജ്, ലിലി ജോർജ്, ലൂസി ജോസഫ്, ആന്റണി മെൻഡസ്, സെലിൻ മെൻഡസ്, നാൻസി മെൻഡസ്, റേസ്ലി മെൻഡസ്, പി ടി ദേവസി, കൃഷീന ദേവസി, പ്രിൻസിസ് സെബാസ്റ്റ്യൻ, മറിയം പയ്യപ്പള്ളി, സിസ്ലി ഏലിയാസ്, മേരി മാനുവൽ, അതുപോലെ തന്നെ ശുദ്ധിയുടെ എല്ലാ ആത്മാക്കളെയും ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിൽ സദൃശമായോട് തോന്നായിരിക്കുന്നവരോട് ദാനത്തിൽ ഒന്നാക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെയും ഈ കാര്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനൂപിതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളെ പ്രസാദിപ്പിച്ച സർവ്വവിശുദ്ധരോടുമൊത്ത് നിത്യജീവൻ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടി, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽക്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഞങ്ങളോട് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവില്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കന്യേ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഇത് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളിച്ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ അങ്ങയുടെ സഭയുടെ വിശ്വാസം പാർത്തു അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാട് ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യനല്ല.
അങ്ങ് രോഗം ചിരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൃതാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയുംകാൾ ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൃതാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യമായ പരിത്രാണത്തിൽ പങ്കാളികളായി തീർന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പുത്രന്റെ മാതാവിന്റെ സ്മരണാഘോഷം ഞങ്ങൾ അങ്ങേ കൃപയുടെ പൂർണ്ണതയാൽ അഭിമാനം കൊള്ളുകയും രക്ഷയുടെ നിരന്തര വർധന അനുഭവിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടി. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.